ഹായ് എവരിബഡി, ഹായ് എവരിബഡി. ആനിമെ പ്രാന്തൻ ചാനലിലോട്ട് സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് ചരിത്രം പഠിക്കാം. വി ആർ ഗോയിങ് ഓൺ എ ജേർണി ത്രൂ ടൈം. ടൈം മെഷീനിൽ കയറിയിട്ട് ഡൈനോസറിനെ കുറിച്ച് പഠിക്കാമെന്നല്ല, ബട്ട് നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ആനിമേൻ്റെ ഹിസ്റ്ററി നമുക്കൊന്ന് നോക്കാം. ഇത് എവിടെ നിന്നാണ് തുടങ്ങിയത്, ഇന്ന് നമ്മൾ കാണുന്ന ആനിമെ എങ്ങനെയാണ് ഡെവലപ്പായി വന്നത് എന്നുള്ളതൊക്കെ നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. 1910-കളിലെ ജപ്പാൻ. അന്ന് ഇറങ്ങിയിരുന്ന സിനിമകളൊക്കെ സൈലൻറ്റ് മൂവീസ് ആയിരുന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ഡയലോഗ് ഇല്ല, വോയിസ് ഓവർ ഇല്ല, ആകെ കുറച്ച് മ്യൂസിക്കും പിന്നെ ചിലപ്പോൾ കുറച്ച് സൗണ്ട് എഫക്റ്റും അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴാണ് വെസ്റ്റേൺ വേൾഡിൽ നിന്ന് വരുന്ന പുതിയൊരു സംഗതിനെ കുറിച്ച് ജാപ്പനീസ് ആർട്ടിസ്റ്റ്സ് അറിയുന്നത്. അതാണ് ആനിമേഷൻ. ഡിസ്നിയുടെ തുടക്കത്തിലുള്ള വർക്കുകൾ, ഫീലിക്സ് ദ ക്യാറ്റ് എന്ന് പറഞ്ഞ ആനിമേറ്റഡ് കാർട്ടൂൺസൊക്കെ കണ്ട് അവർ ഭയങ്കര ക്യൂരിയസ് ആയി. പക്ഷെ അവർക്കത് ജസ്റ്റ് കോപ്പി അടിച്ച് ഉണ്ടാക്കണം എന്നായിരുന്നില്ല. അവർക്ക് അവരുടേതായ ഒരു മാജിക്ക് അതിൽ വേണം എന്നുള്ള കാര്യത്തിൽ നിർബന്ധമായിരുന്നു. അങ്ങനെ 1917 ഈ ചെറിയ ഷോർട്ട് ഫിലിം ഇറങ്ങുന്നത്. നമക്കുറ ഗാത്താന അല്ലെങ്കിൽ ദ ഡൾ സോഡ്. ഇതൊരു മൂർച്ചയില്ലാത്ത ഒരു വാളും കൊണ്ട് നടക്കുന്ന ഒരു സമുറായിനെ കുറിച്ചുള്ള ഒരു ഷോർട്ട് ആനിമേറ്റഡ് ഫീച്ചറായിരുന്നു. ഏതാണ്ട് ഇതേ സമയത്ത് തന്നെ വേറൊരു ഫിലിം സ്ട്രിപ്പ് കത്സുഡോ സഷിൻ എന്ന് പറഞ്ഞൊരു ഫിലിം സ്ട്രിപ്പും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എക്സാക്റ്റ് ആയിട്ട് എപ്പോഴാണ് ഇത് ഉണ്ടാക്കിയതെന്ന് ആർക്കും അത്ര ഉറപ്പില്ല. ചിലർ പറയുന്നു 1907 പുറത്തിറങ്ങിയതാണ്, ചിലർ പറയുന്നു അതിനുശേഷമാണെന്ന്. ഡിബേറ്റ് ഉണ്ട് ഇപ്പോഴാണ് ഇറങ്ങിയെന്ന്. പലരും പറയുന്നു ഇതാണ് ആദ്യത്തെ ആനിമെ. ഒരു പയ്യനിരുന്ന് ബോർഡുമ്മ കാഞ്ചി എഴുതുന്നതിൻ്റെ ഒരു ചെറിയൊരു ആനിമേഷൻ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇതൊക്കെ വളരെ ചെറിയ സ്റ്റെപ്സ് ആയിരുന്നു. പക്ഷേ ഇതാണ് ജപ്പാൻ്റെ ഫസ്റ്റ് റിയൽ ടേസ്റ്റ് ഓഫ് ആനിമേഷൻ. കാലങ്ങൾ അങ്ങനെ കടന്നുപോയി. വേൾഡ് വാർ 1 വേൾഡ് വാർ 2 ഒക്കെ കഴിഞ്ഞു. വേൾഡ് വാർ 2 കഴിഞ്ഞ് ജപ്പാൻ ആകെ തകർന്നിരിക്കുകയാണ്. കാരണം അറിയാലോ, ആറ്റം ബോംബ് കിട്ടതാണല്ലോ. അപ്പോൾ ആകെ തകർന്നിരിക്കുന്ന ജപ്പാൻ അവരുടെ എക്കോണമിയും അവരുടെ കൾച്ചറും എല്ലാം തിരിച്ച് റീബിൽഡ് ചെയ്യാനുള്ള ശ്രമത്തിലായിരുന്നു. വാറിൽ അവർ കുറേ തെറ്റുകൾ ചെയ്തല്ലോ. അപ്പോൾ അവർക്ക് ഒരു പോസിറ്റീവ് ഇമേജ് ഉണ്ടാക്കാനായിട്ട് അവരുടെ കൾച്ചറൊക്കെ ഒന്ന് റീഷേപ്പ് ചെയ്യാനുള്ള ശ്രമത്തിലായിരുന്നു ജപ്പാൻ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 1963 ഒസാമു ടെസൂക്ക, മൂപ്പരെ ഗോഡ് ഓഫ് മാങ്ക എന്നൊക്കെ കുറേ ആൾക്കാർ വിളിക്കുന്നുണ്ട്, ആള് ടെറ്റ്സുവാൻ ആറ്റം അല്ലെങ്കിൽ ആസ്ട്രോ ബോയ് വേൾഡിൻ്റെ മുന്നിൽ പ്രസൻറ്റ് ചെയ്തു. ഇതായിരുന്നു ഏറ്റവും ആദ്യത്തെ ജാപ്പനീസ് TV ആനിമെ സീരീസ്. ഒരു ചെറിയ റോബോട്ട് പയ്യനെ കുറിച്ചുള്ള സ്റ്റോറി ആയിരുന്നു ആസ്ട്രോ ബോയ്. ഇതിൻ്റെ ഡ്രോയിങ്സിൽ ആസ്ട്രോ ബോയ്ക്ക് നല്ല വലിയ എക്സ്പ്രസീവ് കണ്ണുകൾ കൊടുത്തിട്ടുണ്ട്. ഇതായിരുന്നു ടെസുക്കയുടെ സിഗ്നേച്ചർ സ്റ്റൈൽ. ഇന്നും നമ്മൾ ആനിമയിൽ കാണുന്ന കണ്ണുകളുടെ ഇൻഫ്ലുവൻസ് ഇതിൽ നിന്നാണ് വന്നതെന്ന് പലരും പറയുന്നുണ്ട്. ആസ്ട്രോ ബോയ് വലിയൊരു ഹിറ്റായി. ആൻഡ് ബേസിക്കലി ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു. ജപ്പാൻകാർക്കും നല്ല അടിപൊളി ആനിമേഷൻസ് ഉണ്ടാക്കാൻ പറ്റും. അവിടെ നിന്ന് പിന്നെ തിങ്സ് സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് വൈൽഡ്. 1970 വന്നപ്പോൾ ആനിമെ പുതിയൊരു സംഗതി ഡിസ്കവർ ചെയ്തു. ജയൻറ്റ് റോബോട്ട്സ്. മാസിംഗർ സെഡ് പോലത്തെ ഷോകളിലൊക്കെ അവരുടെ ഫിസ്റ്റ് റോക്കറ്റ് പോലെ ഷൂട്ട് ചെയ്യാൻ പറ്റാവുന്ന റോബോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഈ സാധനം വന്നു. സ്യൂട്ട് ഗണ്ടം. ഈ സീരീസ് സ്റ്റോറീനെ സ്പേസിലോട്ട് കൊണ്ടുപോയി. പിന്നെ പൊളിറ്റിക്സ്, ഡ്രാമ, ട്രാജിക് ഹീറോസ് അങ്ങനത്തെ കോൺസെപ്റ്റുകളൊക്കെ കൊണ്ടുവന്നു. സഡൻലി ആനിമെ വാസന്റ് ജസ്റ്റ് കിഡ് സ്റ്റഫ്, ഇറ്റ് ഹാഡ് സീരിയസ് സ്റ്റോറീസ് ടു ടെൽ. 1970s തന്നെയാണ് നമ്മുടെ സ്പോർട്സ് ആനിമകളുടെ പോപ്പുലാരിറ്റി കൂടി വന്നത്. അതുപോലെ തന്നെ മാജിക്കൽ ഗേൾസ് ലൈക്ക് ക്യൂട്ടി ഹണി ഒക്കെ ആദ്യമായിട്ട് സീനി വന്നത് 70കളിലാണ്. ഇതിലെ ഷേപ്പ് ഷിഫ്റ്റിംഗ് പവേഴ്സൊക്കെയാണ് ഇന്നത്തെ നമ്മൾ കാണുന്ന ട്രാൻസ്ഫോർമേഷൻ സീക്വൻസിൻ്റെ ഒക്കെ ഇൻസ്പിറേഷൻ. അങ്ങനെ നമ്മൾ 80കളിലേക്ക് കടക്കാണ്. വലിയ വലിയ ഹെയർ സ്റ്റൈലിൻ്റെയും വലിയ സെൽഫോണിൻ്റെ ഒക്കെ കാലം. ഈ കാലഘട്ടത്തിലാണ് ആനിമേനെ ഒരു ഫുൾ ബ്ലോൺ സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയിട്ട് ആൾക്കാർ കണ്ടു തുടങ്ങിയത്. അതിന് മെയിൻ കാരണങ്ങളൊന്ന് 1988 പുറത്തിറങ്ങിയ അക്കിറ എന്ന് പറഞ്ഞ സിനിമയാണ്.
അടിപൊളി ബൈക്കുകൾ, നിയോൺ ടോക്കിയോ. ഈ മൂവി ഭയങ്കര ഇൻറ്റൻസ് ആയിരുന്നു. അതുപോലെ ഈ മൂവിയിൽ ആ ബൈക്ക് സ്ലൈഡ് ചെയ്യുന്ന സീൻ ഐക്കോണിക് ആണ്. അതുപോലെ തന്നെ വളരെ ഡീപ്പും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആനിമയാണ് നോസിക്ക ഓഫ് ദ വാലി ഓഫ് ദ വിൻഡ്. ഈ സിനിമയാണ് ജിബ്ലി, അതായത് സ്റ്റുഡിയോ ജിബ്ലിയുടെ ഫൗണ്ടേഷൻ ഇട്ടതെന്ന് വേണമെങ്കിൽ പറയാം. സ്റ്റുഡിയോ ജിബ്ലിയിൽ സ്ഥിരമായിട്ട് കൊളാബറേറ്റ് ചെയ്യണവർ എല്ലാവരും ഈ സിനിമയുടെ ഭാഗമായിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തത് ഡ്രാഗൺ ബോൾ. ഗോക്കുയുടെ എപ്പിക് ജേർണി തുടങ്ങിയത് 80കളിലായിരുന്നു. 80കളിൽ ആനിമെ ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്കും ടാക്കിൾ ചെയ്തിട്ടുണ്ട്. കോംപ്ലക്സ് പൊളിറ്റിക്സ്, പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് വേൾഡ് ആൻഡ് ഈവൻ ഫിലോസഫിക്കൽ ചോദ്യങ്ങൾ. ഇത് ഏതാണ്ട് നമുക്ക് എന്തും ചെയ്യാൻ പറ്റുമെന്ന് പറയുന്ന പോലെയായിരുന്നു. ആനിമെ വാസന്റ് ജസ്റ്റ് ആക്ഷൻ എനിമോർ, ഇറ്റ് വാസ് ആർട്ട്. അങ്ങനെ നമുക്ക് 90s പോവാം. ഡ്രാഗൺ ബോൾ അത്യാവശ്യം അനിമേനെ കുറിച്ചുള്ള എക്സ്പോഷർ ലോകത്തിന് കൊടുത്തെങ്കിലും ശരിക്കും 90s ഇറങ്ങിയ ആനിമേസ് ആണ് ഗ്ലോബലി വളരെ ഒരു സ്റ്റാർഡം ആനിമേന് കൊടുത്തത്. അതിൽ മെയിനായിട്ട് പറഞ്ഞാണ് സെയിലർ മൂൺ. അതുപോലെ തന്നെയാണ് പോക്കേമോണും. പോക്കേമോണിൻ്റെ ഒന്നും ഓപ്പണിംഗ് തീം അറിയാത്ത 90s കിഡ്സ് കാണില്ല. ഈ സമയങ്ങളിൽ തന്നെയാണ് ആനിമെ കൺവെൻഷനുകൾ പോപ്പുലറായി തുടങ്ങിയത്. ഫാൻസ് കോസ്പ്ലേ ചെയ്തു തുടങ്ങി. ഇതിനെക്കുറിച്ചൊന്നും അറിയാത്തവർക്ക് ഇവന്മാർക്ക് തലയ്ക്ക് ഓളാന്ന് തോന്നി തുടങ്ങി. പോക്കേമോൺ കാർഡ്സ്, ട്രേഡിംഗ് കാർഡ്സ്, അതൊക്കെ വളരെ കോമൺ ആയി. ഫാൻ തിയറീസും വളരെ കോമൺ ആയി. ഒരു ഫൈറ്റിൽ ഗോക്കു ആണോ സൂപ്പർമാൻ ആണോ ജയിക്കുക എന്നുള്ളതൊക്കെ തർക്കമായി തുടങ്ങി. 2000s ആയപ്പോൾ ഇൻ്റർനെറ്റിൻ്റെ കാലഘട്ടം തുടങ്ങി. അതോടുകൂടി ആനിമെ എക്സ്പ്ലോഡ് ചെയ്തു ഗ്ലോബലി. ഇനിയിപ്പോൾ ആനിമെ കാണാൻ വേണ്ടിയിട്ട് കാസറ്റ് എടുക്കേണ്ട ആവശ്യമില്ല, CD എടുക്കേണ്ട ആവശ്യമില്ല. എല്ലാ ദിവസവും ഒരു ടൈം 5 മണിക്ക് വേണ്ടി കാത്തിരിക്കേണ്ട TV ചാനലിൽ ആ എപ്പിസോഡ് എയർ ചെയ്യാനായിട്ട്. നമുക്ക് വേണ്ട സമയത്ത് നമ്മുടെ ഫോണിൽ സ്ട്രീമിംഗ് സർവീസസ് അവൈലബിൾ ആയി തുടങ്ങി. 90s തന്നെ എയർ ചെയ്ത് തുടങ്ങിയിരുന്ന ഷോസായ വൺ പീസിനൊക്കെ കൂടുതൽ ട്രാക്ഷൻ കിട്ടി. കൂടുതൽ ആൾക്കാരൊക്കെ അത് കണ്ടു തുടങ്ങി. പിന്നെ 2000s വന്ന ഒരു നിഞ്ച നറൂട്ടോ നമുക്ക് കൈ പിന്നിലോട്ടാക്കി ഓടാൻ പഠിപ്പിച്ചു തന്നു. അതുപോലെ തന്നെ ഡെത്ത് നോട്ട് കണ്ടതിന് ശേഷം ഒരു നോട്ട്ബുക്കിൽ പേരെഴുതുന്നത് വളരെ ടെൻഷനുള്ള ഒരു പരിപാടിയാക്കി തന്നു. ദ ബിഗ് 3 എന്ന് പറഞ്ഞ് നറൂട്ടോ, വൺ പീസ്, ബ്ലീച്ചിന് ഒരു സ്പെഷ്യൽ ഡെസിഗ്നേഷൻ കൊടുത്തു നമ്മ. ഇന്ന് ആനിമെ അൺസ്റ്റോപ്പബിൾ ആണ്. ഇന്ന് അത് നമ്മുടെ ഫോണിലുണ്ട്, TVയിലുണ്ട്, ഫേസ്ബുക്കിൽ നോക്കിയാൽ കാണാം, നമ്മുടെ ഇൻസ്റ്റാഗ്രാം റീൽസിലുണ്ട്. ഓരോ ആനിമയുടെ പേരിലും ഇന്ന് സബ് റെഡിറ്റ് വരെയുണ്ട്. ഡീമൺ സ്ലെയർ ആയിക്കോട്ടെ, അറ്റാക്ക് ഓൺ ടൈറ്റൻ ആയിക്കോട്ടെ, ഓർ ഈവൻ മൈ ഹീറോ അക്കാഡമിയ ആയിക്കോട്ടെ, ആനിമെ ഇസ് ബിഗർ ദാൻ എവർ. ആൻഡ് ഫാൻസിന്റെ എണ്ണവും കൂടിക്കൊണ്ടിരിക്കുക. നമ്മളിപ്പോൾ എല്ലായിടത്തും ഉണ്ട്. അങ്ങനെ തന്നെയാണ് വേണ്ടതും. പണ്ട് ആനിമെ കാണുന്നത് നീ കാർട്ടൂൺ കാണാണോ, നിനക്ക് ഇത്ര പ്രായമായില്ലേ എന്ന് ചോദിച്ച ആൾക്കാർ വരെ ഇന്നിരുന്ന് ആനിമെ കാണുന്നുണ്ട്. ബിക്കോസ് ഇറ്റ്സ് കൂൾ ടു വാച്ച് ആനിമെ ടുഡേ. അത് ആനിമെ ഇൻഡസ്ട്രിയുടെ ഒരു ഗ്രോത്തും സക്സസും തന്നെയാണ്. സോ അതാണ് ആനിമയുടെ സ്റ്റോറി. ആ മൂർച്ചയില്ലാത്ത വാളും കൊണ്ട് കിടന്ന സമുറായിയുടെ കഥ തുടങ്ങി ഇന്നത്തെ ടൈറ്റൻസിൻ്റെയും ഡീമൺ സ്ലേയേഴ്സിൻ്റെയും കഥ വരെ വന്ന് നിൽക്കുന്നു. ഇറ്റ് ഹാസ് ബീൻ എ വൈൽഡ് ജേർണി, ബട്ട് ഇറ്റ്സ് ഓൺലി ഗോയിങ് ടു ഗെറ്റ് ബെറ്റർ. സോ നിങ്ങൾ ഏത് ആനിമെ കണ്ടാണ് തുടങ്ങിയത്? ഏത് ആനിമയാണ് ദാറ്റ് ഗോട്ട് യു ഹുക്ഡ്? കമൻസിൽ പറയാം കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്യുക. ഇതുപോലത്തെ ഫണ്ണായിട്ടുള്ള ആനിമേനെ കുറിച്ചുള്ള വീഡിയോകൾ ഞാൻ കൂടുതൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ശരി, അടുത്ത തവണ കാണാം. ബൈ ബൈ.